ഖബർസ്ഥാനിൽ പോയി അസ്സലാമു അലൈക്കും യാ ഉമ്മി, യാ അബി, യാ ഉഖ്തി എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ നമ്മുടെ സഹോദരൻ അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന് നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. കാരണം നമ്മുടെ നാടുകളിൽ ഈ ഖബറുകളുമായി ബന്ധപ്പെട്ട് പല അന്ധവിശ്വാസ അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. പല മനുഷ്യന്മാരും ഷിർക്കിലേക്ക് കൂപ്പുകുത്താനും അതേപോലെ തന്നെ ഷിർക്കൻ വിശ്വാസങ്ങളും വിചാരങ്ങളൊക്കെ കൊണ്ടു നടക്കാനുള്ള ഒരു പ്രധാന വേദി ഖബറുകളാണ്, മക്ബറകളാണ്. അതിനെ കേന്ദ്രീകരിച്ചാണ്. അതിന്ന് മാത്രമല്ല, എന്നും ഷിർക്കിൻ്റെ തുടക്കം തന്നെ മക്ബറുകളെ കേന്ദ്രീകരിച്ചാണല്ലോ. ഇപ്പം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുള്ള വദ്, സുവാ, യഗൂസ്, യഊഖ് തുടങ്ങിയ ആ മഹത്തുക്കളുടെയൊക്കെ വിഷയത്തിൽ നമ്മൾ വായിക്കുന്ന സഹീഹുൽ ബുഖാരിയുടെ ചരിത്രമൊക്കെ അതല്ലേ നമ്മളോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനാലാണ് ഖബറുകളുടെ വിഷയത്തിൽ നിരപ്പാക്കി വിടാൻ വേണ്ടിയിട്ട് ആളുകളെ വരെ നിയോഗിച്ചത്. ഇങ്ങനെ ഈ ആരാധിക്കപ്പെടും വിധം ഖബറുകൾ ഉയർത്തപ്പെട്ട അവസ്ഥയിലൊക്കെ ഇതിൻ്റെ ചരിത്രം നമ്മൾ അവസാനത്തെ പ്രാർത്ഥനയും അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ എന്ന് തൻ്റെ ഖബറിൻ്റെ വിഷയത്തിൽ ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ഖബൂലാക്കി. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നത് ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു വഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി. റസൂലുള്ളാഹിൻ്റെ ഈ ദുആ അല്ലാഹു ഖബൂലാക്കി. റസൂലുള്ളാഹിൻ്റെ ഖബറിനെ അല്ലാഹു 3 ചുമരുകൾക്കുള്ളിൽ ഭദ്രമാക്കിയതാണ്. ഒരാൾക്കും കാണാനോ തൊടാനോ എടുക്കാനോ കഴിയാത്ത വിധം ഖബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭദ്രമാക്കി എന്നതുകൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാ തദറ ഖബ്റൻ ഇല്ലാ സവ്വൈതഹു എന്ന് പറഞ്ഞേ. പിന്നെ അലി റളിയല്ലാഹു അൻഹു നിയോഗിച്ചിട്ട് ഒരു ഖബറിനെയും നിരപ്പാക്കാതെ വിടരുത് എന്ന് പറയാൻ കാരണം അതാണ്. ഈ ഖബറുകൾ പിന്നെ ഷിർക്കിൻ്റെ വിഷയം ആകും എന്നുള്ളത് കാരണത്താൽ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ വിഷയത്തിൽ തന്നെ പറയുന്നുണ്ട്, യഖ്ഷ അൻ യുത്തഖദ മസ്ജിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഒരു മസ്ജിദാക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി ഭയന്നു. അതുകൊണ്ടാണ് വഫാത്താകുന്ന സമയം ഇഷ്തദ്ദ ഗദബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ്. നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കിയവരിൽ അള്ളാഹുവിൻ്റെ കോപം കഠിനമായി. ലഅന അല്ലാഹുൽ യഹൂദ വൻ നസാറ. ജൂത നസാറാക്കളിൽ അള്ളാഹുവിൻ്റെ ശാപം ഭവിച്ചു. കാരണം ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ്, അവരുടെ നബിമാരുടെ മഖബറകളെ മസ്ജിദുകളാക്കി അവർ മാറ്റിയത് കാരണത്താൽ. അതേപോലെ അലാ ഇന്ന മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുൻഗാമികൾ കാനു യത്തഖിദൂന ഖുബൂർ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദ്, അവരിലെ നബിമാരുടെയും അവരുടെ സാലിഹീങ്ങളുടെയും മഖബറകളെ മസ്ജിദുകളാക്കി മാറ്റുമായിരുന്നു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, നിങ്ങളൊരിക്കലും മഖബറകളെ മസ്ജിദുകളാക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഇതിൻ്റെ കാരണത്താലാണ് ഇതുപോലെ. അതുകൊണ്ടാണ് മഹദി പറയുന്നത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തപ്പോൾ റസൂലുള്ളാഹി വഫാത്താകുന്ന സമയം ഇങ്ങനെ ഒരു അബോധാവസ്ഥ വരും. അപ്പോൾ ഒരു തുണി ഇങ്ങനെ മുഖത്തേക്ക് വലിച്ചിടും എല്ലാവരും. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ബോധം ഉണർന്ന റസൂലുള്ളാഹി വിരിയുണ്ട് മുഖത്ത് നീക്കും. എന്നിട്ട് പറയുന്ന വർത്താനം എന്താണ്? ഇതാണ് ഇഷ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ്. അതാ പറയാ മതങ്ങൾ. പിന്നെയും ബോധം പോകുമ്പോൾ മുണ്ടിടും. അപ്പോൾ പിന്നെയും ബോധം വരും, റസൂലുള്ളാഹി അത് വലിച്ചിടും. എന്നിട്ട് ഇത് പറയുന്നതാണ്. ആയിഷമ്മ പറയാണ്, ഈ റസൂലുള്ളാഹിൻ്റെ മുന്നറിയിപ്പില്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഖബർ ബറാസിലേക്ക് പുറത്തേക്കാക്കുമായിരുന്നു, ബഖീ ഖബർസ്ഥാൻ്റെ ഭാഗത്തേക്കാക്കുമായിരുന്നു, വീട്ടിലാക്കുമായിരുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി പിന്നെ ഇങ്ങനെ വസിയത്ത് ചെയ്തത് കാരണത്താലാണ് ഇങ്ങനെ വീട്ടിൽ മറമാടുന്ന അവസ്ഥ വന്നതും പിന്നെ ഖബറിൽ വീടിന് പുറത്തേക്ക് ആക്കാതിരുന്നു എന്നൊക്കെയാണ് മഹദി പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഖബറുകളുടെ അവസ്ഥയാണത്. പല ഖബറുകളും ആരാധനാ കേന്ദ്രങ്ങളാക്കി അവിടങ്ങളിൽ ആരാധനകൾ നിർവഹിക്കപ്പെടുന്ന അവസ്ഥ. ഖബർ സിയാറത്ത് എന്ന പേരിൽ ആളുകൾ ഇന്ന് പലരും കാട്ടിക്കൂട്ടുന്ന അവസ്ഥ. ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദീൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ദീൻ പറഞ്ഞ നിലക്കോ ആ ലക്ഷ്യത്തിനോ ആകുന്നില്ല ഖബർ സിയാറത്ത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി അലാ ഫസൂറുഹ. ഞാൻ ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു, ഇനി നിങ്ങൾ ഖബറുകൾ സന്ദർശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ഖബർ സിയാറത്തിന് അനുവദിച്ചു. ഫൈനഹ തുദക്കിറുൽ ആഖിറ, ഖബർ സിയാറത്ത് പരലോകത്തെ ഓർമ്മിപ്പിക്കും. ഫൈനഹു തുദക്കിറുൽ മൗത്ത്, മരണത്തെ ഓർമ്മിപ്പിക്കും. തുരിഖുൽ ഖൽബ്, ഖൽബിനെ ലോലമാക്കും. വതുദ്മിഉൽ ഐൻ, കണ്ണിനെ കരയിപ്പിക്കും. വലാ തഖൂലു ഹുജറ, ഖബർ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ ഈ പിന്നെ ദീനിനെ നിരക്കാത്ത നിഷിദ്ധങ്ങളൊന്നും വിളിച്ചു കൂവരുത്, പറയരുത് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖബർ സിയാറത്ത് അനുവദിച്ചു. അതിൻ്റെ ലക്ഷ്യങ്ങളും പറഞ്ഞു തന്നു. ഇങ്ങനെ മരണത്തെ ഓർക്കാൻ, പരലോകത്തെ ഓർക്കാൻ, ഖൽബ് കനിവുള്ളതാകാൻ എന്നൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഇന്ന്
ഖബർ സിയാർത്ത് എന്ന പേരിൽ നടക്കുന്നത് എന്താ, സിയാർത്ത് ടൂറുകൾ നടക്കുകയാണ്. പല ഖബറുകളിലേക്കും ആണും പെണ്ണും ടൂറാണ്. അതേപോലെ തന്നെ ഖബർ സിയാർത്ത് എന്ന പേരിൽ ഖബറുകളുടെ പരിസരങ്ങൾ പലവിധ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അന്യാചാരങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ദുരന്ത കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആരെങ്കിലും ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ ഖബർ സിയാർത്തിന് തന്നെ പോയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖബർ സിയാർത്ത് ചെയ്ത് ഖബറിലുള്ളവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്ത് സലാം പറഞ്ഞ് മടങ്ങാനാണ്. പക്ഷേ അവിടെ ഖബർ സിയാർത്തിങ്കിൽ പോയിട്ട് അവിടെ എന്താ സിയാർത്ത് എന്ന പേരിൽ അവിടെ കത്തം തീർപ്പും അതേപോലെ തന്നെ അവിടെ കത്തപ്പുര കെട്ടി ഓത്തും പരിപാടികളും ഇങ്ങനെ പല വിഷയങ്ങളും അതൊക്കെയാണ്. യഥാർത്ഥത്തിൽ സിയാർത്ത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ സിയാർത്ത് എന്നുള്ളതും പഠിപ്പിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഇവിടെ സഹോദരൻ അസ്സലാമു അലൈക യാ അബി, അസ്സലാമു അലൈക്കി യാ ഉമ്മി, ഇങ്ങനെയൊക്കെ സലാം പറയുക, അതിലൊന്നും ഒരു ഇഷ്കാലൊന്നുമില്ല. അങ്ങനെ സലാം പറയൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അസ്സലാമു അലൈക യാ ഖലീഫത്ത് റസൂലില്ല എന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞ് അസ്സലാമു അലൈക യാ അബി എന്ന് ബാബാക്ക് സലാം പറഞ്ഞ് ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ സലാം പറയാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഖബർ സിയാർത്ത് ചെയ്യുമ്പോൾ പ്രത്യേകം ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. സലാം പറയേണ്ട രീതിയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അസ്സലാമു അലൈക്കും അഹ്ല ദിയാർ മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്ന വൽ മുസ്തഅഖിരീൻ അൻതും സലഫുന വ നഹ്നു അലൽ അസർ വ ഇന്ന ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ. ഇങ്ങനെ തുടങ്ങിയിട്ട് വേറെയും പ്രയോഗങ്ങളിൽ ഇതല്ലാത്ത വേറെ പ്രയോഗങ്ങളിൽ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ യഗ്ഫിറുല്ലാഹു ലനാ വലക്കും അൻതും സലഫുന വ നഹ്നു അലൽ അസർ വ ഇന്ന ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രയോഗത്തിൽ വേറെയും വന്നിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാർത്ത് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി ഖബറിൻ്റെ അടുത്തിൽ പോയി ദീർഘനേരം നിന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടൊത്ത് അറയിൽ കഴിഞ്ഞിരുന്ന രാത്രി അവരുറങ്ങി എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീ ഖബർസ്ഥാനിൽ ചെന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് ഫഖാമ വറഫഅ യദൈഹി സലാസ മററാത്ത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർസ്ഥാനിൽ നിന്നിട്ട് 3 തവണ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു എന്നാണ്. എന്നിട്ട് ആ സിയാർത്ത് കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് സംസാരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ വെച്ചിട്ട് ചോദിക്കുകയാണ്, ഞാനും ഖബർ സിയാർത്ത് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചൊല്ലേണ്ടത്? അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ദുആ, അസ്സലാമു അലൈക്കും അഹ്ല ദിയാർ മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്ന വൽ മുസ്തഅഖിരീൻ എന്നുള്ള ഈ ദുആ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു എന്നാണ്. അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ടവരുടെ സ്വന്തക്കാരുടെ കുടുംബക്കാരുടെ ഒക്കെ ഖബർ സിയാർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് അവർക്ക് വേണ്ടി സലാം പറയുക, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. പ്രത്യേകിച്ച് ഈ പഠിപ്പിക്കപ്പെട്ട ദുആ വചനങ്ങൾ ചൊല്ലുക എന്നുള്ളത് നമ്മൾക്ക് സുന്നത്താക്കപ്പെട്ട ദീനാക്കപ്പെട്ടുള്ള വിഷയമാണ്. നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അത് പാടുള്ളതല്ല, അതിനോട് ഒഴിയണം. പക്ഷേ സുന്നത്തിനെ നമ്മൾ ജയിപ്പിക്കും വേണം. അതിൽ സുന്നത്തിൽ എങ്ങനെയാണോ സിയാർത്ത് എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ രീതിയിലൊക്കെ നമ്മളത് പഠിച്ച് പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലാഹു അലം.